യൂണിറ്റിക്കകത്ത് വെളിപ്പെടുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ട്. ഒരുമയ്ക്കകത്ത്, ഏക ഹൃദയത്തിനകത്ത്, ഏക മനസ്സിനകത്ത്, ഒരു മനസ്സോടെയുള്ള പ്രാർത്ഥനയ്ക്കകത്ത് വെളിപ്പെടുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി. അതാണ് അപ്പോസ്തല പ്രവർത്തികളിൽ വെളിപ്പെട്ടിട്ടുള്ള ദൈവമഹത്വം. നിങ്ങളിൽ ആർക്കിന്ന് പറയാൻ കഴിയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, കർത്താവേ, എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോലെ ഒന്ന് തന്നെ ചിന്തിച്ച് ആ ഏക ദിക്കിലേക്ക് തന്നെ നോക്കി, ഏക സത്യ ദൈവത്തിലേക്ക് നോക്കി, ഏകനായിരുന്നു കൊണ്ട് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനിലേക്ക് നോക്കി, അപ്പോസ്തല പ്രവർത്തികളിലെ പോലെ ഒരു ദൈവമഹത്വം പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിൽ ഇറക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് നിങ്ങൾക്ക് ആർക്ക് പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഞാൻ നിങ്ങൾക്ക് തന്ന ഒരവസരമാണ്. പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു ബോധ്യത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരവസരമാണ്. ഇന്ന് ഞാൻ അടക്കമുള്ളവർ ഇത് ആത്മാവ് കൊണ്ടൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ ആവർത്തനം ഈ കൃപായുഗത്തിലുണ്ടാകും. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാമത്തെ അധ്യായം 32-ാമത്തെ ജീവനുള്ള തിരുവചനം ഇങ്ങനെയാണ് വായിക്കുന്നത്: വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. Now the full number of those who believed were one of heart and soul, and no one said that any of the things that belonged to him was his own, but they had everything in common. അവരൊന്നും ഇതെൻ്റേതാണ്, ഇതെൻ്റെ സീറ്റ്, എൻ്റെ സ്ഥലമാണ്, എൻ്റെ ഷോള, ഇതെൻ്റെ ചർച്ച, ഞാനാ ഇവിടെ ആദ്യം വന്നേ, എനിക്കാണ് മുൻസ്ഥാനം, ഒന്നും അവർ പറഞ്ഞില്ല. ഇതെൻ്റെ വസ്തുവ, ഇതിലേക്കൂടെ കടന്നു പോകരുത്. ദൈവമക്കൾ എന്ന് പറയുന്നവർക്ക് ആദ്യം വേണ്ട ഒരു ക്വാളിറ്റി അപ്പോസ്തല പ്രവൃത്തി ചൂണ്ടിക്കാണിക്കുകയാണ്. എല്ലാം നല്ല മനസ്സോടുകൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഏത് കാര്യവും നല്ല മനസ്സോടുകൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. വിശ്വസിച്ചവരുടെ കൂട്ടത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. വിശ്വസിച്ചവരുടെ കൂട്ടമെന്ന് പറയുന്നത് അവരെല്ലാം പൊതുവക എന്നവർ എണ്ണി എന്ന് പറഞ്ഞാൽ അത് പൊതുവായിട്ട് എഴുതി കൊടുത്തു എന്നല്ല, അവർ സ്വാർത്ഥത വെടിഞ്ഞ ഒരു മനോഭാവം അവർക്കുണ്ടായിരുന്നു. 32-ാമത്തെ വാക്യത്തിൽ അവരുടെ യോഗ്യതയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുമ്പോൾ 31-ാമത്തെ വാക്യത്തിൽ അവർക്ക് കിട്ടിയ ഗിഫ്റ്റിനെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഇത് പ്രാർത്ഥിച്ചപ്പോഴാ ഈ കുലുക്കം നടന്നേ. അപ്പൊ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് ഇവിടെ ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് വേർഷനിൽ ഹേർട്ട് ആൻഡ് സോൾ, അവരുടെ ഹൃദയവും മനസ്സും ഒരുപോലെ ഉള്ളതായിരുന്നു. അവിടെ 10 പേർ കൂടിയിരുന്നെങ്കിൽ 10 പേരുടേതും ഒരുപോലെ ആയിരുന്നു. ഒരുമയുള്ളിടത്ത് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തികൾ വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം 2 ധ്രുവത്തിലായിരിക്കും സാത്താൻ എപ്പോഴും അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. ശ്രദ്ധിക്കുക, എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു സർവീസ് നടന്നാലും സാധാരണഗതിയിൽ കണ്ടുവരുന്നത് സാത്താൻ എപ്പോഴും വിശ്വാസികളുടെ മനസ്സ് ഒരിടത്ത്, അവരുടെ ഹൃദയം വേറൊരിടത്തായിരിക്കും അവൻ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ ഒരുക്കമുള്ളവനായിട്ട് കയറിയാലും നമ്മുടെ മനസ്സിനെ അവൻ മെല്ലെ തട്ടി സ്ട്രൈക്ക് ചെയ്ത് മറ്റൊരു ധ്രുവത്തിലും, നമ്മുടെ ഹൃദയത്തെ അവൻ മെല്ലെ സ്ട്രൈക്ക് ചെയ്ത് അവൻ കളം നീക്കി മറ്റൊരു കളത്തിലും കൊണ്ടുവെക്കും. പക്ഷേ
ഇരിക്കുന്ന ഇടത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടണമെങ്കിൽ, ഇരിക്കുന്ന ഭവനത്തിനകത്ത് കുലുക്കം നടക്കണമെങ്കിൽ, നിന്റെ വിഷയങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തെ കുലുക്കി പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ, നിന്റെ ലൈഫിൽ ഒരു ദൈവ മഹത്വം നിനക്ക് ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിന്റെ ഹൃദയവും നിന്റെ മനസ്സും സ്വാർത്ഥത വെടിഞ്ഞതായിരിക്കട്ടെ. ഇതൊരു പ്രത്യേക പ്രാർത്ഥന അന്തരീക്ഷത്തെ കാണിക്കുന്നു. Come on. Raise your hand and praise the Lord. Say praise the Lord. Hallelujah. ഇതൊരു പ്രത്യേക പ്രാർത്ഥന ഹൃദയത്തെ കാണിക്കുന്നു. 27ാമത്തെ വാക്യത്തിലാണ് ഈ കൂടി വന്ന എല്ലാ കൂട്ടാളികളും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എവിടെയാ? 23ാമത്തെ വാക്യം. കാരണം പത്രോസും യോഹന്നാനും കർത്താവിന്റെ വചനം പ്രസ്താവിക്കാൻ പോയപ്പോൾ അവരെ പിടിച്ചു ബന്ധിച്ചതും അവരുടെ മിനിസ്ട്രിക്ക് തടസ്സം ഉണ്ടാക്കിയതുമായ കാര്യങ്ങളെല്ലാം വന്ന് പത്രോസും യോഹന്നാനും കൂട്ടാളികളോട് വിവരിച്ച് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ പത്രോസിനെയും യോഹന്നാനെയും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും അവസാനം അവർക്കെല്ലാവർക്കും കൂടെ സങ്കടം വന്ന് അവർ ദൈവസന്നിധിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ അവർ തയ്യാറായി. ഞാൻ ദൂത് പറയട്ടെ, ഞാൻ ദൈവാത്മാവിൽ പ്രവചിക്കുന്നു. പലരും നിങ്ങൾക്ക് എതിരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെതിരായും മിനിസ്ട്രിക്കെതിരായും നിങ്ങളുടെ വിശ്വസ്തതയ്ക്കെതിരായും നിഷ്കളങ്കതയ്ക്കെതിരായും സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് പലതും പ്രവർത്തിക്കുകയും ചെയ്യുകയും വിലക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഒരു കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തി ചൂണ്ടിക്കാണിക്കുന്നത്, ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥന. ഇന്നത്തെ പോലെ ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥന. ഓ ജീസസ്. അതിൽ 27ാമത്തെ വാക്യം മുതലാണ് അവരുടെ പ്രാർത്ഥന കിടക്കുന്നത്. നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി. അതെന്താ അങ്ങനെ പ്രാർത്ഥിച്ചേ? പത്രോസിനും യോഹന്നാനും അല്ലേ ശരിക്കും പറഞ്ഞാൽ വിരോധമായിട്ട് വന്നത്? പത്രോസും യോഹന്നാനും അല്ലേ ഇതൊക്കെ അനുഭവിച്ചത്? അതെന്താ അവരുടെ പ്രേയറിൽ അങ്ങനൊരു റെവലേഷൻ വന്നത്? നീ അഭിഷേകം ചെയ്ത യേശു എന്ന പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. ഞാൻ ദൂത് പറഞ്ഞു വരുവാ. ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. ഏത് നഗരത്തിൽ ദൈവകൃപയുള്ളവന്, ദൈവഭയമുള്ളവന്, ദൈവാശ്രയമുള്ളവന് വിരോധമായി ഒരു കൂട്ടം പൊങ്ങുമോ, അതേ നഗരത്തിൽ ദൈവത്തോടൊപ്പം ദൈവജനവും ഒരുമിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇടത്താണ് വിടുതൽ. നിങ്ങൾക്ക് വിരോധമായിട്ട് UAE-യിൽ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, UAE-യിൽ തന്നെ ഏതെങ്കിലും ഒരു കോണിൽ 3 പേർ ചേർന്നിരുന്ന് കൈകൾ കോർത്ത് പ്രാർത്ഥിക്കുന്നിടത്താണ് വിടുതൽ. നിങ്ങൾക്ക് കേരളത്തിൽ ഒരു പ്രതികൂലാവസ്ഥ സൃഷ്ടിക്കുന്നുവെങ്കിൽ, അതേ കേരളത്തിൽ ഏതെങ്കിലും ഒരു ജില്ലയിലോ ഏതെങ്കിലും ഒരു ഭാഗത്തോ നിങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് ഇതുപോലൊരു പ്രാർത്ഥനാ യോഗം സംഘടിപ്പിച്ച് കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കുന്നിടത്താണ് വിടുതൽ. യേശുവിനായി ഒരു കൂട്ടം ഒന്നിച്ചു കൂടിയപ്പോൾ യേശുവിന്റെ സാക്ഷികളായി എഴുന്നേറ്റ പത്രോസിനും യോഹന്നാനും അനുകൂലമായി ഒരു കൂട്ടത്തെ ദൈവം പ്രാർത്ഥിക്കാൻ ഒരുക്കി. ഞാൻ ആത്മാവിൽ പറയാ, കുഞ്ഞെ, നിങ്ങളിൽ ആരും ഒരുപക്ഷെ പരസ്പരം കണ്ടിട്ടുണ്ടാകത്തില്ല. പക്ഷെ ഈ പ്രാർത്ഥനയിൽ ഈ ദൈവാത്മാവ് നിങ്ങളെ പിടിച്ച് കണക്ട് ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അതിതുപോലെ ഒരു ഡെലിവറൻസ് താങ്കളുടെ ലൈഫിൽ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കൂടിയിരുന്നടം കുലുങ്ങുന്ന നിലയിൽ പരിശുദ്ധാത്മ നിറവോടെ പ്രാർത്ഥിക്കാൻ ദൈവം ഇതിനകത്ത് ചിലരെ അഭിഷേകം ചെയ്തു തുടങ്ങുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് കുലുക്കങ്ങൾ സംഭവിക്കുന്ന നിലയിൽ, തുറവികൾ സംഭവിക്കുന്ന നിലയിൽ, വിടുതലുകൾ സംഭവിക്കുന്ന നിലയിൽ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാൻ ദൈവം നിന്നെ ഇന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും
നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ശ്രദ്ധിക്കൂ, ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ. എല്ലാ കാലവും ദൈവം മുഖം മറച്ചിരിക്കത്തില്ല. ദൈവം എപ്പോഴാ മുഖം തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അനുകൂലമായി തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഭൂമിയിലൊരു ഭക്തന്റെ വായി തുറന്ന് അത് ആവശ്യപ്പെടണം. ഭൂമിയിലൊരു ഭക്തന്റെ ചങ്ക് പിളർന്ന് അവൻ ദൈവത്തെ വിളിക്കുന്നത് സ്വർഗം കേട്ടാൽ അവിടെ മിണ്ടാതിരുന്ന് വാട്സാപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരും സേവിക്കുന്നത്. ഹല്ലേലൂയ. ഭൂമിയിൽ ഒരു കൂട്ടത്തിന്റെ നിലവിളി സഹിക്കാൻ കഴിയാത്ത ഒരു ദൈവം, ഭൂമിയിൽ തന്റെ സൃഷ്ടികളുടെ നിലവിളി കണ്ടിരിക്കാൻ കഴിയാത്ത ദൈവം, ഭൂമിയിൽ പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, തന്റെ ദാസന്മാരെ ഭീഷണിപ്പെടുത്തുന്നിടത്ത് മൗനമായി ഇരിക്കാത്ത ദൈവം, തന്റെ ദാസന്മാരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് തോന്നുമ്പോൾ, അവരുടെ ദൈവവേലയ്ക്ക് വിഘ്നം വരുന്നു എന്ന് തോന്നുമ്പോൾ, അവരുടെ മുന്നേറ്റത്തിന് തടസ്സമുണ്ടാകുന്നു എന്ന് തോന്നുമ്പോൾ, അവരെ പോലെ ചോരയും നീരുമുള്ള ചിലതിനെ പ്രാർത്ഥിക്കാൻ ഒരുക്കി നിർത്തുന്ന ദൈവം. ഇതാ ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, അവരുടെ ഭീഷണികളെ നോക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ ദാസന്മാർ വന്ന് വിഷമം പറഞ്ഞപ്പോൾ തയ്യാറായ ചില കൂട്ടത്തെ മുന്നമേ ഒരുക്കി നിർത്തിയ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നും ഈ സമയം നിങ്ങൾ പല 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 രാജ്യത്തിൽ പല ടൈം സോണുകളിലായി ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല എങ്കിലും ഈ കൂട്ടായ്മയ്ക്കകത്ത് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ചിലതെങ്കിലും ഉണ്ട്. ഈ കൂട്ടം ദൈവം നിങ്ങൾക്കായി ഒരുക്കിയതാണ്. ഈ കൂട്ടായ്മ ദൈവം നിങ്ങൾക്കായി ഒരുക്കിയതാണ്. ഈ ആലോചന, ഈ ആരാധന ദൈവം ഇന്ന് നിങ്ങൾക്കായി ചമച്ചതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ മലയാളത്തിലായിരിക്കത്തില്ല, സ്വർഗീയ ഭാഷകളിൽ പറയുമ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതിനകത്ത് ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്, നിങ്ങളുടെ അവസ്ഥ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്, നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് ഏക മനസ്സോടെ. Now the full number of those who believed were of one heart and one soul. One heart and one soul. ആരാണോ വിശ്വസിച്ചത് അവരുടെ എല്ലാവരുടെ ഹൃദയവും. അടുത്തൊരു പ്രവചന ശബ്ദം, ദൈവം കണ്ട കൂട്ടമാണോ, ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടമാണോ? 5 ഉണ്ടെങ്കിൽ 5-ന്റെയും, 10 ഉണ്ടെങ്കിൽ 10-ന്റെയും, 1000 ഉണ്ടെങ്കിൽ 1000 എണ്ണത്തിന്റെയും ഹേർട്ടും സോളും ഒന്നായിരിക്കും. Come on, 10-ന്റെയും ഹൃദയവും മനസ്സും ഒന്നായിരിക്കും. അല്ലെങ്കിൽ 9-ാമത്തവന്റെ ഉള്ളിൽ അവന് വന്നതിന് എനിക്കെന്നാ എന്നൊരു മട്ട് കാണത്തില്ല. എന്നാൽ നീ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവനല്ല. സ്തോത്രം. എവിടെ പ്രതികൂലമുണ്ടോ അവിടെ ഏതെങ്കിലും ഒരു കോണിൽ ആരും ശ്രദ്ധിക്കാതെയും അറിയപ്പെടാതെയും ഒരു കൂട്ടം പ്രാർത്ഥിക്കാനും ഉണ്ടാവും. എവിടെയെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചെന്നിരിക്കത്തില്ല. പക്ഷേ അവരുടെ അന്യഭാഷ പ്രാർത്ഥനയ്ക്കകത്തെങ്കിലും നിങ്ങളുടെ പേര് ആത്മാ ഉച്ചരിപ്പിക്കും. നീ ഏതെങ്കിലും കോണിലിരുന്ന് വ്യസനിക്കുന്നുണ്ടാവും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹാസ്നേഹത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പത്രോസും യോഹന്നാനും അനുഭവിച്ച കഷ്ടപ്പാടുകളെ വന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ, നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ, നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. ലിസൺ മീ.
പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കാണുന്നു, കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്ന് വചനം എഴുതി വെച്ചിരിക്കുന്നിടത്ത് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ് 32-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. അവരുടെ ഇടയിൽ ഡിനോമിനേഷൻസ് ഇല്ല. ഹല്ലേലൂയ. ഏക മനസ്സും ഏക ഹൃദയവും. അവരുടെ ഇടയിൽ പല ദൈവങ്ങളില്ല, അവരുടെ ഇടയിൽ പല വിശ്വാസങ്ങളില്ല. ഗ്ലോറി. അവരുടെ ഇടയിൽ പല കാഴ്ചപ്പാടില്ല. അവർക്ക് ദൈവം അഭിഷേകം ചെയ്ത യേശു എന്ന രക്ഷകനെ മാത്രമേ അറിയത്തുള്ളൂ. അവനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർ ഒരു മനസ്സും ഒരു ഹൃദയവുമുള്ളവരായി കൂടിയിരുന്ന ജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, അവിടെ ഇരുന്ന സ്ഥലം കുലുങ്ങി. ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, എവിടെ നിനക്ക് വിരോധമായി പദ്ധതികൾ ഒരുക്കുന്നു, അതിന്റെ ഏതെങ്കിലും കോണിൽ നിന്നെ ദൈവം പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടാകും. അതിന്റെ ഏതെങ്കിലും ഒരു മുക്കിലെങ്കിലും ദൈവം നിന്നെ പ്രാർത്ഥിക്കാൻ എപ്പോഴെങ്കിലും ഇരുത്തിയിട്ടുണ്ടാകും. നീ പ്രാർത്ഥിക്കുന്ന ആ സ്പോട്ടിൽ തന്നെ ഭൂമി രണ്ടായി പിളർക്കുന്നത് പോലെ ഇരിക്കുന്ന ഇടം പിളർന്നു പോകുന്ന നിലയിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടിരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിൽ തൂക്കി. യേശുവിന്റെ പ്രാണൻ ഈ ഭൂമിയിൽ നിന്ന് പോയതും ആമേൻ 6 മണിക്കൂറോളം ഒരു അതിശക്തമായ കൂരിരുട്ട് ഭൂമിയെങ്ങും ഉണ്ടായി. ഭൂമി നടുവേ പിളർന്ന് തിരശ്ശീല വരെ കീറിപ്പോയി എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അത്രത്തോളം ദൈവശക്തി ഈ ഭൂമിയിലേക്ക് പ്രവഹിപ്പിക്കാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. അന്നും ഭൂമിയെ തൊടുന്നൊരു ദൈവശക്തിയെ ഞാൻ ബൈബിളിൽ കാണുന്നു. അന്നും ഭൂമി സന്ദർശിക്കുന്ന പരിശുദ്ധാത്മാവിനെയും ദൈവശക്തിയെയും ഞാൻ ബൈബിളിൽ കാണുന്നു. അന്നും ഭൂമിയെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെയും ശക്തിയെയും ഞാൻ ബൈബിളിൽ കാണുന്നു. ഇന്നും അതേ പരിശുദ്ധാത്മാവ്, അതേ ദൈവശക്തി നീ ഇരിക്കുന്ന ഇടം കുലുക്കുവാൻ, നീ ഇരിക്കുന്ന ഇടം ചലിപ്പിക്കുവാൻ, നീ ഇരിക്കുന്ന ഇടത്ത് പ്രവർത്തിക്കുവാൻ ഈ മീറ്റിംഗിലൂടെ വ്യാപരിക്കുന്നു എന്ന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ചോ, കരങ്ങൾ ഉയർത്തിയോ ഇപ്പോൾ ആ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിരോധമായി സംസാരിച്ച സ്ഥലങ്ങൾ കുലുങ്ങാൻ പോകുകയാണ്. നിങ്ങൾക്ക് വിരോധമായി പദ്ധതികൾ ഒരുക്കിയ ഇടം കുലുങ്ങാൻ പോകുകയാണ്. നിങ്ങൾക്ക് വിരോധമായി ആലോചിച്ച സ്ഥലത്തിൽ ചലനങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. അത് ഈ പട്ടണത്തിൽ എവിടെയോ പ്രാർത്ഥിക്കുന്ന ഒരുവൾ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന നിലയിൽ ഒരു ദൈവപ്രവൃത്തി ഇന്ന് വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ, ആമേൻ. കൊർന്നല്യോസിനോട് ദൂതൻ പത്രോസിനെ നീ ഈ പട്ടണത്തിലേക്ക് വിളിക്കണം എന്ന് പറയാൻ പദ്ധതി ഇട്ടപ്പോൾ തന്നെ പത്രോസിനോട് വെൺമാടത്തിന്മേൽ കയറി പ്രാർത്ഥിക്കാൻ ദൈവം തോന്നിച്ചിരുന്നു. ഓ ജീസസ്, മനസ്സിലായോ? കൊർന്നല്യോസിന്റെ യോപ്പയിൽ നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിനെ വിളിക്കണമെന്ന് കൊർന്നല്യോസിനോട് തൻ്റെ പ്രാർത്ഥനാ സമയം ദൈവത്തിൻ്റെ ദൂതൻ മുഖാന്തരമായി അറിയിച്ച ആ സന്ദർഭത്തിൽ തന്നെ ഇങ്ങ് യോപ്പയിൽ പത്രോസിനോട് നീ വെൺമാടത്തിന്മേൽ കയറി പ്രാർത്ഥിക്കണം എന്ന് ദൈവം ഒരു വല്ലാത്ത വിശപ്പ് തനിക്ക് കൊടുത്തിരുന്നു. നീ എവിടെ പ്രാർത്ഥിക്കുന്നോ, നീ പ്രാർത്ഥിക്കാൻ കയറുന്ന സമയം തന്നെ ഇടപെടേണ്ടവന്റെ ഹൃദയത്തിൽ ദൈവം ഇടപെട്ടിരിക്കും. മറുപടി കിട്ടുന്നത് 3 ദിവസത്തെ വഴി ദൂരം കഴിഞ്ഞൊക്കെ ആയിരിക്കും. പക്ഷെ നീ അവിടെ 1-ാം ദിവസം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തമ്പുരാൻ ചിലരുടെ ഹൃദയങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങിയിരിക്കും. നീ അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ, നിങ്ങളവിടെ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ തന്നെ തമ്പുരാൻ ഇടപെടേണ്ട ഹൃദയങ്ങൾ ഇടപെട്ടിരിക്കും. നിങ്ങളവിടെ പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ തന്നെ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടേണ്ടതിന് സ്വർഗം അവിടെ നേരത്തെ കാര്യാദികൾ ഒരുക്കിയിരിക്കും.
ഹല്ലേലൂയ. ഞാനിതാരോട് പ്രവചിച്ച് പറയുകയാണ്, നിങ്ങൾ അവിടെ സ്ഥിരം പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ ദൈവം ഇതുവരെ ഇല്ലാത്തതുപോലെ ചില തോന്നലുകൾ വരേണ്ടവർക്ക് കൊടുത്തിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇത് വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിനും മനസ്സിനുമുള്ള ഒരുമയ്ക്ക് ദൈവം കൊടുക്കുന്ന റിവാർഡാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമയും ഐക്യതയും. അതേ വചനം തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം 44-ാമത്തെ വാക്യം നോക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം 44-ാമത്തെ വാക്യം നോക്കുമ്പോൾ ദേ കിടക്കുന്നു, വിശ്വസിച്ച എല്ലാവരും ഒരുമിച്ചിരുന്ന്. അവിടെയും ഒരു ഒരുമ. ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇത്ര ശക്തമായി ഇവരെ യൂസ് ചെയ്യാൻ കാരണം തന്നെ ഇവരുടെ ഐക്യതയാണ്. ദൈവദാസന്മാരുമായിട്ടുള്ള ഐക്യത, ദൈവമക്കളുമായിട്ടുള്ള ഐക്യത. അതുകൊണ്ടാണ് കർത്താവ് പ്രവർത്തിക്കാൻ കാരണം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അതെന്താ കാരണം? അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്നെണ്ണി വിശ്വസിച്ച എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. കർത്താവിന്റെ ശരീരം വെളിപ്പെടുന്ന സഭയ്ക്കകത്ത്, കർത്താവിന്റെ ശരീരമാകുന്ന സഭയിൽ ആ ഒരുമ വെളിപ്പെട്ടാലേ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടാകത്തുള്ളൂ. നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ഒരുമയുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. നിങ്ങളുടെ ചർച്ചിൽ ഒരു ഐക്യതയുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. കാരണം അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അവർ അപ്പം നുറുക്കി, എന്നിട്ട് വീട്ടിൽ പോയില്ല, അവർ പ്രാർത്ഥനയിലും അവർ ഒരുമിച്ചിരുന്നു. ഇവിടെ അപ്പം മതി, ഇവിടെ ഈ കാലഘട്ടത്തിൽ അപ്പം മതി, ഈ കാലഘട്ടത്തിൽ സൺഡേ കൂട്ടായ്മ മതി, ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഉപദേശമോ പ്രവചനമോ ഉണ്ടെങ്കിൽ അത് മതി. പക്ഷെ പ്രാർത്ഥന അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവും ശക്തിയുമുള്ള ജനമായി, പ്രാർത്ഥനയിൽ കൂടെ ഒരുമയുള്ളവരായി, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാൻ മാത്രമല്ല, അവർ കൂട്ടായ്മയ്ക്ക് വേണ്ടി മാത്രമല്ല, അവർ തിരുവത്താഴമുള്ള ദിവസത്തെ മാത്രമല്ല, അവരെ പ്രാർത്ഥിക്കുന്ന സമയത്തും കൂടെ ഒരുമിച്ച് കാണുന്ന നിലയിൽ ദൈവം തീക്ഷ്ണതയുള്ള ഒരു ജനറേഷനാക്കി ഇന്ന് ഈ മെസ്സേജിൽ ആരെയൊക്കെയോ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എനിക്കത് വ്യക്തമായി അറിയാൻ കഴിയുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയിൽ ഒരു യൂണിറ്റി ഉണ്ടാകട്ടെ. നിന്നെ തട്ടി ഉണർത്താതെ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയിൽ കൂടി അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്പോസ്തലന്മാരിലൂടെ നടന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ഐക്യത നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ആത്മാവുമായി ഒരു വലിയ ഐക്യത ഇന്നുണ്ടാകുമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ മനസ്സും തമ്മിലൊരു വലിയ ഐക്യത ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ, യേശുവിന്റെ നാമം ഞാൻ പറയുകയാണ്, തിരിച്ചു പിടിക്കുക. പിശാച് നിന്റെ ഹൃദയം ഒരിടത്ത് മനസ്സൊരിടത്ത് കൊണ്ടുവെക്കുന്ന ആ ഒരു അവന്റെ തന്ത്രത്തെ തകർത്ത് തിരിച്ചു പിടിക്കുക യേശുവിന്റെ നാമത്തിൽ. ആമേൻ, 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 ആമേൻ. ഇവിടെ കൂടിയിരുന്ന ഒരു മനുഷ്യന്റെ പോലും ഹൃദയത്തിനകത്തേക്ക് കയറാൻ പിശാചിന് കഴിഞ്ഞില്ല. അവർക്കുമുണ്ട് ഹൃദയവും മനസ്സും, പക്ഷെ കൂടിയിരുന്ന ഒരെണ്ണത്തിനെ തൊടാൻ പിശാചിന് കഴിഞ്ഞില്ല. കാരണം അതുപോലെ തീ കൊണ്ടു നടന്നവരവര്. യെസ്, ഇന്നു മുതൽ പറയും, പിശാചേ, നിനക്ക് എന്റെ ഹൃദയത്തെ കിട്ടത്തില്ല, നിനക്ക് എന്റെ മനസ്സിനെ കിട്ടത്തില്ല, നിനക്ക് എന്റെ ചിന്തയെ കിട്ടത്തില്ല, നിനക്ക് എന്റെ ആലോചനയെ കിട്ടത്തില്ല. ഞാൻ യേശുവിന്റെ വകയാ പറയാ, യേശുവിന്റെ നാമത്തിൽ മനസ്സിനെ കൺവേർട്ട് ചെയ്യുന്ന, മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുന്ന, അവൻ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുന്ന, ഹൃദയത്തെ തിരിച്ചു കളയുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഈ വചനത്താൽ തകർത്തെറിയുകയാണ്. പിടിക്കുക, ദൈവശക്തി പിടിക്കുക. അതൊരു കൃപയാണ് കുഞ്ഞ്, അതൊരു കൃപയാണ്. കർത്താവിന്റെ ശക്തിയിൽ നിറയുക എന്നുള്ളത് ഒരു കൃപയാ. മനസ്സ് ഡൈവേർട്ട് ആകാതെ ക്രിസ്തുവിനെ തന്നെ നോക്കി നിൽക്കുക എന്ന് പറയുന്നത് ഒരു കൃപയാ. ആ കൃപ നീ ചോദിക്കുമെങ്കിൽ ധാരാളം സ്വർഗം നിന്റെ മേൽ പകരുന്ന ഒരു ദിവസം. ഷൈഡൽ പ്രബാല
യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന ദൈവമക്കളെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നോട് പറയുന്നു, നീ പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ പോലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ഉറക്കിക്കളയുന്നത്, പ്രാർത്ഥിക്കാനിരുന്നാൽ നിങ്ങൾ പോലും അറിയാതെ ചിന്ത വേറെ ലോകത്ത് പോകുന്നത്, പ്രാർത്ഥിക്കാനിരുന്നാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിനെ എടുത്തോണ്ട് പോകുന്ന ആ ഇരുട്ടിന്റെ കരങ്ങളെ ദൈവം വെട്ടുന്നു. യേശുവിന്റെ നാമത്തിന് ദൈവിക വിടുതൽ പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത തരത്തിൽ യൂണിറ്റിക്കകത്ത് വിപ്ലവം കൊണ്ടുവരുന്ന ശക്തികളെ തകർക്കുന്നു. യൂണിറ്റിക്കകത്ത് വിള്ളൽ കൊണ്ടുവരുന്ന ദുഷ്ടാത്മാവെ വിട്ടുപോ ശാസിക്കുന്നു. ഈ ജനം സ്വതന്ത്രമാകട്ടെ, ജനം സ്വതന്ത്രമാകട്ടെ, ജനം സ്വതന്ത്രമാകട്ടെ. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഈ ജനത്തെ സ്നേഹിക്കുന്ന വിധങ്ങൾക്കായി നന്ദി. കേട്ട വചനത്താൽ ഈ ജനത്തെ ഉറപ്പിക്കണം പിതാവേ. അവിടുന്ന് ഇവരെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും, എല്ലാ മഹത്വവും, എല്ലാ മഹത്വവും ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി അപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ മിനിസ്ട്രി അനുഗ്രഹമാകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഈ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം, നിങ്ങളുടെ ടെസ്റ്റിമണീസ് എല്ലാം നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ മീറ്റിംഗ് എല്ലാ ദിവസവും ഉണ്ട്. നിങ്ങൾക്കറിയാം, മോർണിംഗ് 6:30 ഉണ്ട്, ഈവനിങ് 6:30 ഉണ്ട്, 2 നേരമുണ്ട്. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ 21 days താങ്ക്സ് പ്രയർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആ മീറ്റിങ്ങിൽ ആ പ്രയറിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വാട്സാപ്പ് നമ്പറിൽ തന്നെ നിങ്ങൾക്ക് ലിങ്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും, അല്ലെങ്കിൽ ഈ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് കിട്ടും. ഈവനിങ് 9:30 to 11 o'clock വരെ കർത്താവിന്റെ കൃപയാൽ ഒരു കൂട്ടം ഇതിനകത്ത് ഒരുമിച്ചിരിക്കുന്നു. നിശ്ചയമായിട്ടും അഗ്നി പിളർന്ന നാവുകൾ നിങ്ങളെ സ്പർശിക്കും എന്നുള്ളത് സ്പഷ്ടം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യട്ടെ. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ കർത്താവിന്റെ കൃപയിൽ നമ്മളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.